സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം നമ്മൾ പഠിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാനാണെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നേരെ തരം താഴ്ന്നു പോയി എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പാടുന്നതും ആരാധിക്കുന്നതും ആത്മീയമായി കൂടി വരുന്നതൊക്കെ അതിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് ദൈവരാജ്യം പ്രാപിക്കണം, സ്വർഗരാജ്യം പ്രാപിക്കണം എന്നുള്ള ചിന്തയാണ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ കൂടിയവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആൾക്കാരെ കൂട്ടി വരുത്തി പാട്ട് പാടി പ്രാർത്ഥിച്ച് സ്വോത്രാഴ്ചയ്ക്ക് മേടിച്ച് നല്ല ഭക്ഷിച്ച് പാനം ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാം. എന്നാൽ അപ്പോസ്തലന്മാരുടെ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കണം, ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യണം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. ഏത് കൂട്ടായ്മകളാണെങ്കിലും ദൈവവചനം ശക്തിയോടെ പ്രസംഗിക്കപ്പെടുകയും ആ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിത്യത പ്രാപിക്കാൻ ഇടയായി തീരുകയും ചെയ്യുന്നില്ലെങ്കിൽ ആത്മീക കൂട്ടായ്മ വട്ടപൂജ്യം. ഒരുപക്ഷെ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞു വയ്ക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം ലോകത്തിതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കേരളം ഒരു സാധാരണ മിസൈൽ വെച്ചും അതുപോലെ ടാങ്ക് വെച്ചും എയർക്രാഫ്റ്റ് വെച്ചുമൊക്കെ ഭയങ്കര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊന്നുമില്ലാതെ സൈബർ അറ്റാക്ക്, മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുക, പേജറുകൾ പൊട്ടിത്തെറിക്കുക, പിന്നെ വേറെ പല ഉപകരണങ്ങൾ അതുപോലെ ഉണ്ട്, അതൊക്കെ പൊട്ടിത്തെറിക്കുക. തന്നിമിത്തം എത്രയോ ആൾക്കാർ മരിച്ചു, എത്രയോ ആയിരങ്ങൾ ആശുപത്രി കിടക്കുന്നു, ലെബനോനിലും സിറിയയിലും. അത് ഇസ്രയേലിൻ്റെ ഒരു വലിയ ബുദ്ധി വൈഭവമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി വേണ്ട. കാരണം ഞാനങ്ങനെ പറയാനുള്ള കാരണം, യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ സ്തോത്രം ഇസ്രയേൽ മക്കൾ നിമിത്തം സ്തോത്രം മറ്റന്യ ജാതിക്കാർക്ക് എന്തുണ്ടായി? ഭീതി ഉണ്ടായി. യോശുവയുടെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതിന് 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഞാൻ വായിക്കുന്നു. എല്ലാം വായിക്കുന്നില്ല, എൻ്റെ 2-ാമത്തെ പാർട്ട്. ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് യോശുവോട് പറഞ്ഞു. സ്തോത്രം. അതിൻ്റെ 5-ാം അധ്യായത്തിലും ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഇസ്രയേൽ മക്കളുടെ നിമിത്തം, കേട്ടോ പദം കണ്ടോ, ഇസ്രയേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതായി, അവരുടെ ഹൃദയം ഉരുകിപ്പോകാൻ്റെയായി തീർന്നു. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന, ഇന്നത്തെ അല്ല, അമോന്യ രാജാക്കന്മാരും മറ്റു ജാതീയ രാജാക്കന്മാരും അവരുടെ ഹൃദയം ഉരുകിപ്പോയി, അവർക്ക് ചൈതന്യമില്ലാതായി. അതേ സംഭവം ഇന്ന് നടന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച ഇസ്രായേൽ മക്കൾ നിമിത്തം അവരുടെ ഹൃദയം ഉരുകിപ്പോയി, ചൈതന്യമില്ലാതായിപ്പോയി. ഇവിടെയും ഇസ്രായേൽ ജനം നിമിത്തം അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടാളം നിമിത്തം
അല്ലെങ്കിൽ IDF നിമിത്തം, അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ പ്രവർത്തന നിമിത്തം ഹൃദയം ഉരുകുകയാണ്. ഒരു ഫോൺ കയ്യിലെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പേജർ വേണ്ടെന്ന് പറയുന്നു, ഫോൺ വേണ്ടെന്ന് പറയുന്നു. എടുത്തുപയോഗിച്ചിട്ട് ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിൽ വെച്ചോളാൻ. ഇരുമ്പ് പെട്ടി അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചു? ഇസ്രായേലിന് വേണ്ടി അവൻ്റെ ദൈവമായ യഹോവ യുദ്ധം ചെയ്യുന്നു. നിങ്ങളുടെ യോശുവയുടെ പുസ്തകം പല പഴയ നിയമത്തിൽ ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ പഠിച്ചു നോക്കിക്കോ. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങൾ അത്ഭുതകരമാണ്. അതേ ഒരു സാഹചര്യം 2024 ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര അത്ഭുതകരമാണ്. എനിക്കതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷേ സമയം അതിനു വേണ്ടി കളയാൻ ചിലവരും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിനോട് ചേർത്തൊരു കാര്യം പഠിക്കാൻ, നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മളാരാ? ആത്മീയ ഇസ്രായേലാ. നമ്മളെക്കുറിച്ച് ജാതികൾ എന്ത് ചെയ്യണം? കണ്ടോ? പേടിക്കണം, ഉരുകണം. ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ പ്രമാണത്തിൽ നിൽക്കാത്തതുകൊണ്ട്, വ്യവസ്ഥയിൽ നിൽക്കാത്തതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ഉപദേശം പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് നമ്മുടെ തന്നിഷ്ടപ്രകാരം പോകുന്നുണ്ട്. എന്താ പറ്റി? ജാതികളുടെ ഇടയിൽ പേടിച്ച് വിറച്ച് ഇരിക്കുക. സണ്ണിപ്പാസം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വടക്കേന്ത്യയിൽ തന്നെയും ഭാര്യയും കൂടി പിടിച്ചിട്ട് അവർ പറഞ്ഞു ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറേ എതിർത്തു. വിളിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു. അയ്യോ കൊല്ലല്ലേ, വിളിച്ചേക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ശ്രീറാം വിളിച്ചു. എൻ്റെ ഭാഷ, എൻ്റെ ചിന്ത എനിക്ക് കർത്താവ് തന്ന ഇന്നത്തെ ആ പ്രത്യാശയും ദർശനവുമാണ് ഞാൻ പറയുന്നത്. അവരാ ശ്രീറാം വിളിക്കാതെ തന്നെ ആ അടി കൊണ്ട് സ്തോത്രം ചെയ്ത് അവർ മരിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഉപദ്രവിച്ചവരെല്ലാം രക്ഷിക്കപ്പെട്ട് വന്നേന്നെ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കരം കൊടുക്കണമെന്ന് രാജാവ് ഒരു തീരുമാനം ഉണ്ടാക്കി. കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കരം കൊടുക്കാത്തവർക്ക് അടിയും പുളി കുടിക്കലും അടിയുമാണ് ശിക്ഷ. അതിലൊരു ബിരുദം പറഞ്ഞു, കരം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു അടിച്ചേക്കാൻ പറഞ്ഞു. ആട്ടിച്ചുകൊണ്ട് അടി ഇങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ് വേറൊരു ബിരുദൻ കരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവനെ പിടിച്ച് അടിച്ചു. അടിച്ചപ്പോൾ അടിച്ചിട്ട് അവൻ അടി കൊണ്ടുകൊണ്ട് നിന്നു. കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാം പ്രാവശ്യം രാജാവിൻ്റെ കൽപ്പന എന്താ? പുളി കുടിപ്പിക്കാൻ പറഞ്ഞു. ഒരു വലിയ ഒരു ചരുവത്തിൽ പുളി കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. കുടിച്ചില്ലെങ്കിൽ അടിക്കുന്നു. കൂട്ടിച്ച് അവർ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. കുടിപ്പിച്ച് ആ പുളി മുഴുവൻ നല്ലൊരു ശതമാനം കുടിപ്പിച്ചു. അടിയും കൊണ്ടു, പുളിയും കുടിച്ചു, കരവും കൊടുത്തു. ആരെയും പുച്ഛിക്കാനും ആരെയും പരിഹസിക്കാനും ഒന്നുമല്ല ഈ പറയുന്നത്. നമ്മൾ രക്തസാക്ഷികളായി തീരേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനു വേണ്ടി പോലും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. എന്താ പാസ്റ്റർ അങ്ങനെ? കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളായി തീർന്നില്ലേ? ഒരുത്തിനൊഴികെ എല്ലാം രക്തസാക്ഷികളായി തീർന്നതല്ലേ ചരിത്രം പറയുന്നത്. നാളെ ഞാൻ രക്തസാക്ഷിയാവില്ലെന്ന് ആര് കണ്ടു? എനിക്കതിനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നു മുതൽ എനിക്കതിന് കൃപ തരണം. കാരണം രക്തസാക്ഷിയായി അവിടെ കിട്ടുന്ന പ്രതിഫലം വലുതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സ്വർഗത്തെക്കുറിച്ചൊരു വെളിപ്പാടും ദർശനവും കിട്ടിയവർക്കേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനവും വെളിപ്പാടും കിട്ടുന്നവർക്കേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശം പ്രാപിച്ചതും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നതും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി സ്തോത്രം ഒരു പ്രഹസനമായി നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇരിഞ്ഞടങ്ങാനല്ല, മറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അവൻ്റെ മുഖം കണ്ടവനെ ആരാധിക്കേണ്ടതിനാണ്. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരികയും ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ രണ്ട് അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ അനുഭവം ഹൃദയത്തിൽ ഇല്ലാത്തവർ ഈ വിശ്വാസ ജീവിതമൊക്കെ കളഞ്ഞിട്ട് ലോകത്തിലിറങ്ങി സുഖിച്ച് ജീവിച്ച് അങ്ങ് മരിച്ചു. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഹല്ലേലൂയ. അതല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ധീരസാക്ഷിയായി നിൽക്കാനാണ് നമ്മുടെ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ നിൽക്കണം.
അക്ഷരിക ഇസ്രയേൽ നിമിത്തം ജാതീയ രാജാക്കന്മാരും വ്യക്തികളും അവരുടെ ഹൃദയം ഉരുകിപ്പോയി. അവർക്ക് ദൈവഭീതി വന്നു. ഇവിടെ ഇതാ ആക്ഷരിക ഇസ്രയേൽ നിമിത്തം ഇപ്പോഴും ലബനോനിലെ വലിയ വമ്പന്മാരും ഹിസ്ബുള്ളയുടെ വമ്പന്മാരും ഉരുകിക്കൊണ്ടിരിക്കുക. ഈ വഴിയെ പോയത് നായുടെ ചെവിയെ കയറി പിടിച്ചതാണ് കുഴപ്പം. ഇസ്രയേൽ യുദ്ധം ചെയ്ത് ഹാമാസിനോടാ, ഹിസ്ബുള്ളയോടല്ല, ലബനോനോടല്ല. ഹിസ്ബുള്ളയ്ക്ക് അല്ലെങ്കിൽ ഹാമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി തുരുതുരാ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. എത്ര ആയിരം മിസൈലാണെന്നുള്ളത് കണക്കില്ല. അത് 98%, 99% അവർ അടിച്ചു കളഞ്ഞു. ചിലതൊക്കെ അവിടെ ഇവിടെ വീണു, നാശനഷ്ടങ്ങളുണ്ടായി. ഒരു യുദ്ധമാകുമ്പോൾ നാശനഷ്ടങ്ങളുണ്ടാവും, മരണമുണ്ടാവും, കഷ്ടനഷ്ടമൊക്കെ ഉണ്ടാവും. ആത്യന്തിക വിജയമാർക്കാണെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രായേലിന് മുൻപാകെ ശത്രു തകർന്നടിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീയ ഇസ്രായേലാകുന്ന നമ്മൾ, യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ, പുതിയ നിയമസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ, ക്രിസ്തുവിൻ്റെ പ്രമാണം ഇങ്ങനെ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിച്ചു വരുന്ന നമ്മൾ എത്രത്തോളം കരുത്തന്മാരായി ശക്തന്മാരായി തീരണം. അവർക്കെതിരെ നിൽക്കുന്ന ശത്രു ആക്ഷരികമാണ്, നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രു ആത്മീകമാണ്. എഫേസ് ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച. എഫേസർ 6-ന്റെ 10 മുതൽ. സ്തോത്രം, പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറച്ച് വായിക്കണേ. വേദപുസ്തകത്തിൻ്റെ പരിചയക്കുറവാണ് കാണിക്കുന്നത്. വായിച്ചു. 10 മുതൽ, 6-ന്റെ 10 മുതൽ. ആ ആ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മതി. ഇവിടെ പോരാട്ടം നമ്മൾ തമ്മിലാണ്. സംഘടന തമ്മിൽ, നേതാക്കന്മാർ തമ്മിൽ, സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയും കൗൺസിൽ മെമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുക. എന്നിട്ട് കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ആരുടെ ഹൃദയം ഉരുകാനാ? എവരുടെ ഹൃദയം തന്നെ ഉരുകിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരുടെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വേ ജീവിച്ചാൽ ഒരു പിശാചും നമ്മുടെ നേരെ നിൽക്കുകയില്ല. ഒരു മിസ്രൈമിനും ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ലെന്ന വചനം. എനിക്കതൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട്, താല്പര്യമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ആത്മീയ ഇസ്രായേലാകുന്ന പുതിയ നിയമസഭയോട്, പാസ്റ്റർമാരോടും വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരെ ചൊവ്വേ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വലിയ ശക്തി കർത്താവ് തരും, വലിയ ദൈവകൃപ നമുക്ക് തരും. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. ഭൗതിക സമ്പത്ത് വാരിക്കോരി കൂട്ടി വെച്ചിട്ട് ആത്മീക സമ്പത്തിൻ്റെ പുറകെ ഓടിയാൽ കിട്ടത്തില്ല. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്നതും മുഴുവരിക്കുന്നതും തുരുമ്പെടുക്കുന്നതും ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചോളൂ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. പാഷന്മാരുടെ ഹൃദയം, എല്ലാ പാഷന്മാരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, എല്ലാ വിശ്വാസികളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കോടിക്കണക്കിന് വാരിക്കോരി ബാങ്കിലിട്ട് ബാങ്കുകളുടെ ആ കാർഡും കൊണ്ട് നടന്ന് പ്ലഗ് ചെയ്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണം പിടിക്കാത്ത ആരാണെങ്കിലും അവരെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ദിവസങ്ങൾ മാനസാന്തരപ്പെടണം. റിപ്പൻറ്റന്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം കായ്ച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരട്ടെ എന്ന് മുഖോരവിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പഠന വിഷയമായ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ മുമ്പ്, ഞാൻ ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് ധ്യാനിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ചാപ്റ്ററുകൾ പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം അതിലെ വിഷയങ്ങളുടെ ഗൗരവം അത്ര വലുതായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായമാണല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം, പഠന വിഷയം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അപ്പം നീതീകരണം എങ്ങനെ കിട്ടുന്നു? വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. അപ്പം നീതീകരണം വിശ്വാസത്താലാണ്. നീതീകരണം എന്നുള്ള സബ്ജക്റ്റ് തന്നെ പലർക്കും വേണ്ട രീതിയിൽ അറിയത്തില്ല എന്തുവാണ് നീതീകരണം. ഞാൻ പല പ്രാവശ്യത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്യുകയാണ്, അതൊന്ന് നന്നായി മനസ്സിലാക്കാൻ. നീതീകരണം എന്നാൽ ആദാമ്യ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ആ യേശു ക്രിസ്തു എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട് കിടന്ന നിന്നെ ദൈവം കുറ്റമില്ലാത്തവനായി നീതീകരിക്കപ്പെടുന്നവനായി കാണുന്നു. ദാറ്റ് ഈസ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, സൗജന്യമായ രക്ഷ. കാരണം ആദാമ്യ പാപനിമിത്തം എല്ലാവരും ശിക്ഷായോഗ്യരാണ്. ആ ശിക്ഷായോഗ്യരായ നാം, ആരോ ഒരാൾ ഒരു സുവിശേഷകൻ പ്രസംഗിച്ചു, സഹോദരാ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് സ്കൂളിൽ പോകാത്തൊരു ഉപദേശി വചനത്തിലൂടെ എടുത്ത് പ്രസംഗിച്ചപ്പോൾ ഞാനും നിങ്ങളും അത് കേട്ടു, അത് വിശ്വസിച്ചു. അപ്പോൾ നമുക്ക് നീതീകരണം കിട്ടി. ഈ കൂടുതൽ പഠിച്ചവർ പറഞ്ഞ് ഇപ്പം പറയുമ്പോൾ മുഴുവൻ തല തിരിഞ്ഞു പോവുക. തത്വജ്ഞാനം പ്രസംഗിക്കുന്നവർ വചനം പ്രസംഗിക്കുമ്പോൾ തല തിരിവായിട്ടാണ് പ്രസംഗിക്കുന്നത്. തത്വജ്ഞാനം വഞ്ചനയാണ്, ചതിയാണ് എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് കൊലോസ്യ ലേഖനത്തിൽ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. നമ്മളൊരു തത്വജ്ഞാനവും പറയണ്ട. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ? യെസ്, ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നീതീകരണം കിട്ടുക. വിശ്വാസത്താൽ ആദ്യം നീതീകരണം, പിന്നെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ എൻ്റെ കർത്താവ് നിശ്ചിതവുമായി ഞാൻ സ്വീകരിക്കുന്നു, എന്നെ കർത്തൃത്വം ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. എൻ്റെ കർത്താവും നിശ്ചിതവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് തീരുമ്പോൾ ദൈവമക്കളായി തീരുന്നു. അഭിഷേകം പ്രാപിക്കാത്ത ദൈവമക്കളാവൂലേ കേട്ടോ, ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വചനം അങ്ങനെ കിടക്കുക. അപ്പോൾ എവിടെ ആ വചനം കിടക്കുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. സ്തോത്രം. ഗലാത്യ ലേഖനം, റോമാലേഖനത്തിലും ഉണ്ടത്. ഗലാത്യ ലേഖനത്തിലെ ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ആ ഭാഗങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആ വേദഭാഗങ്ങൾ കേൾക്കുക. ദൈവമക്കളെ, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുമ്പോഴേ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നുള്ളൂ. കുറച്ച് നാളൊക്കെ ജീവിച്ചിട്ട് പിന്മാറിപ്പോയി ലോകത്തെ പ്രാപിച്ച് ലോകം അനുഭവിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ മക്കളാകുന്നതിന് പകരം സാത്താൻ്റെ മക്കളായി ഓട്ടോമാറ്റിക് തീരും. യേശു യഹൂദന്മാരോട് നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളെന്ന് പറഞ്ഞു. അവർക്ക് ഒട്ടും സഹിച്ചില്ല അത്. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ. ഏത് അബ്രഹാം? അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ മണ്ടക്കോ സ്വാമികൾക്ക് അത് മനസ്സിലായില്ല. അതുപോലെ ഇന്ന് പലർക്കും ഞാൻ ഈ പദമൊക്കെ ഉപയോഗിക്കുന്ന ഇതിലെന്ന് ചോദിച്ചാൽ
നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ തിരുത്തണം. രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നാലേ കർത്താവിൻ്റെ വരവ് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്, എടുത്ത് പറയാൻ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടത്തുള്ളൂ? സമാധാനം കിട്ടത്തുള്ളൂ. ഇത് പല ദൈവമക്കൾക്ക് സമാധാനമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീതീകരണം പ്രാപിച്ചിട്ടില്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരെ കൊണ്ട് വെള്ളത്തിൽ മുക്കി കാണും, വിക്കി 2 അന്യഭാഷയും പറയിപ്പിച്ച് കാണും. അതിലൊക്കെ പ്രശ്നം. ചില ഭാഷന്മാരും മിടുക്കുക, എല്ലാവരും അല്ല, ചില ഭാഷന്മാർ മിടുക്കന്മാരാണ്. അന്യഭാഷ പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഭാഷന്മാരും ഉണ്ട്. അതൊക്കെ പക്ക കൾട്ടാ. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകരുത്. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കണം. ഒരാൾ പറഞ്ഞ് പ്രാപിക്കുന്നതൊന്നും ആത്മാവല്ല. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ വളരെ തെറ്റിപ്പോവുക ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയണം, ദൈവശക്തി അറിയേണ്ട പോലെ അറിയണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. നന്മയേതെന്നും തിന്മയേതെന്നും അറിയണം. അത് ഞാൻ മുമ്പ് യെശയ്യാപ്രവചനം സ്തോത്രം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാൻ മുമ്പ് വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു എന്നാണ് എൻ്റെ ചിന്ത. അതിലൊരു വലിയ സത്യമുണ്ട്. അത് ലോകം ഇതുവരെ മനസ്സിലാക്കിയോ എന്നെനിക്കറിയത്തില്ല. ചുരുക്കം ചിലർ മാത്രമേ ആ വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. എനിക്കത് പറയാൻ നിങ്ങളോട് ഹേമമുണ്ട്. ഞാനത് ആത്മാവിൽ നിങ്ങളോട് ധരിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തിന് ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. തിന്മ ചെയ്തിട്ട് നന്മയാണെന്ന് പറയരുത്, നന്മ ചെയ്തിട്ട് തിന്മയാണെന്ന് പറയരുത്. ഇരുട്ടിനെ വെളിച്ചമെന്ന് പറയരുത്, വെളിച്ചത്തെ ഇരുട്ടെന്ന് പറയരുത്, കയ്പിനെ മധുരമെന്ന് പറയരുത്, ദുരുപദേശം പറഞ്ഞു കൂട്ടിയിട്ട് ഇത് ദൈവാലയമെന്ന് പറയരുത്. സത്യവചനം പത്യവചനം പഠിപ്പിക്കാതെ കണ്ട ദുരുപദേശങ്ങൾ മുഴുവൻ പാടി കേൾപ്പിച്ച്, ചൊല്ലി കേൾപ്പിച്ച്, പാട്ടുപാടി നൃത്തം ചെയ്യിപ്പിച്ച് ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ ഹൃദയത്തിലോട്ട് കുത്തിക്കയറ്റി എന്നിട്ട് അതിന് നന്മയെന്ന് പറയരുത്, തിന്മയാണത്. ഇന്ന് നിങ്ങൾ പറയും നാളെ പിടിക്കപ്പെടും. എനിക്കതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. നീണ്ട 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി നടന്നിട്ട് ഒരു ഉപദേശിയും എന്നെ പഠിപ്പിച്ചില്ല ആ കാര്യങ്ങൾ. ഒരു സഹോദരൻ വന്നിരിപ്പുണ്ട്, ഫ്രാൻസിസ്. അദ്ദേഹം എപ്പോഴും പറയും വടിയും കുത്തിപ്പിടിച്ച് നടന്ന ഒരു വയസ്സനപ്പച്ചൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. 94 വയസ്സിൽ മരിച്ചു. ആ മാന്യദേഹമാണ് വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു തന്നത്. അപ്പം ചോദിക്കുക, എന്താ മറ്റുള്ളവർക്ക് വെളിപ്പെടാത്തത്? അവർക്ക് വെളിപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെന്നേ. ദൈവമാക്കി വെച്ച ശൂഷകന്മാരുണ്ട്, സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആകുന്നവരുമുണ്ട്. അവസാനത്തെ 2 ഗ്രൂപ്പായി ഇന്ന് കിടക്കുന്നത് നല്ലൊരു പങ്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചാടി മാറി ദൈവമാക്കി വെച്ചവരുടെ കൂട്ടത്തിലായിക്കോ. അതിനുവേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ചോ. ദൈവമേ ഞങ്ങളുടെ വേലയ്ക്കായിട്ട് എന്നെ ആക്കി വെക്കണമെന്ന് ദൈവത്തിന് പറയുക. ഇല്ലെങ്കിൽ ശിക്ഷാവിധി വരുത്തി വയ്ക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളയരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ ദൈവകൃപയിലേക്ക് വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചത്. എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ല, മെഴുകുതിരി എത്തിച്ചുകൊണ്ടല്ല, ആണ്ടുകൾ പാലിച്ചത് കൊണ്ടല്ല, ദിവസങ്ങളും ആണ്ടുകളും മാസങ്ങളും കാലങ്ങളും പ്രമാണിച്ചത് കൊണ്ടല്ല, നേർച്ചകൾ നേർന്നത് കൊണ്ടല്ല, മറ്റ് യാതൊന്നും ചെയ്തത് കൊണ്ടല്ല. കൃപയാൽ, കർത്താവിന് കൃപയാൽ എന്നോട് കരുണ തോന്നി. പൗലോസ് പറയുന്ന പോലെ ഞാനാകുന്നത് കൃപയാലാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. ചിലരൊക്കെ വിചാരിക്കുന്നത് എൻ്റെ ദാനധർമ്മം കൊണ്ടും എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ടും എൻ്റെ ചില പ്രവൃത്തികൾ ഇടപാടൊക്കെ കൊണ്ട് ദൈവം എന്നെ അങ്ങ് രക്ഷിച്ചു. നോ, ഇല്ല. ദൈവം നിന്നെ രക്ഷിച്ചിട്ടില്ല, നിന്നെ ശിക്ഷാവിധിക്ക് വെച്ചുകൊണ്ടിരിക്കുക. ദൈവം രക്ഷിക്കുന്നത് കൃപയാലാണ്. കൃപയെന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവനെ പോലെ കാണുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്.
യാതൊരു അർഹതയുമില്ല. യാതൊരു അർഹതയുമില്ല. യാതൊരു നന്മയുമില്ലാതെ കിടന്ന സ്ഥാനത്ത് കർത്താവ് ഒരു ഉപമ പഠിപ്പിക്കുമ്പോൾ പിശാചിനാൽ കടിയേറ്റ്, മഹാസർപ്പമായ പിശാചിനാൽ കടിയേറ്റ് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടെന്നുള്ളതിൽ പിശാചിനാൽ കടിയേറ്റെന്നാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. അർദ്ധപ്രാണനായി വഴിയിൽ കിടന്നവൻ എന്ത് ചിന്തിക്കാനുണ്ട്? ലേവ്യം വന്നു, പുരോഹിതൻ വന്നു, മാറിപ്പോയി. ന്യായപ്രമാണത്തിന് നിഴലുകളായ 2 കരുത്തന്മാരായ സാരഥികൾ. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിനും പുരോഹിതനും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. നല്ല ശമരിയക്കാരനായ കർത്താവ് അതിലേ വന്നപ്പോൾ നീ മുറിവേറ്റ് കിടന്ന് നിന്നോട് കരുണ കാണിച്ചു, നിന്നോട് ദയ കാണിച്ചു. അതാ മക്കളെ കൃപ. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം അവൻ്റെ തേജസ്സിൽ പ്രത്യാശിക്കുന്നു. കർത്താവിൻ്റെ തേജസ്സിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഹല്ലേലൂയ. അത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചോളാം. 3-ാം വാക്യം. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മുടെ പ്രശംസ എന്തിലാ? കഷ്ടങ്ങളിൽ. എത്ര പേരുണ്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവർ? കഷ്ടതയെ ശാസിച്ചു വിടുന്നവരായി ഇന്ന് കാണുന്നത് നല്ലൊരു ശതമാനം. ഹേ കഷ്ടതയെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കഷ്ടത വിട്ടുപോകുന്നു. പൗലൂസ് പറഞ്ഞത്, നിങ്ങൾ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പുത്രനെങ്കിലും യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് എന്തായി മാറി? സ്തോത്രം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, സ്വർഗപിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കഷ്ടമനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ. കാരണം മനുഷ്യ ശരീരത്തിൽ കർത്താവ് ഇരിക്കുക. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ആ പദപ്രയോഗങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. ഒന്നുകൂടി വായിച്ച് ധ്യാനിക്കാൻ പോവുക. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പത്രോസിൻ്റെ വചനം പറയുമ്പോൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എബ്രായ ലേഖനം. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി മാറി. അപ്പം കഷ്ടത എന്തിനാ ദൈവം തന്നിരിക്കുന്നത്? ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ, ഈ ഊച്ചാന്താടി വെച്ചവന്മാരെല്ലാം കൂടി കിടന്ന് ഈ വചനത്തെ പറഞ്ഞ് ഇതിൻ്റെ പ്രസക്തി മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുക. മുൾഗാന്താടിയും ഊച്ചാന്താടിയും ഇല്ലാത്ത കോനാം വീച്ചി എല്ലാം കാട്ടിക്കൂട്ടി. ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അവനെന്തുകൊണ്ടാ? അവൻ്റെ വേഷത്തിലൊരു യോഗ്യതയുള്ളൂ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ലോകമനുഷ്യൻ നടക്കുന്ന പോലെ മുൾഗാനുമൊക്കെ വെച്ച് ഒരു കിൻഡൽ കരിയെടുത്ത് തലയെ തേച്ച് ടാറുമടിച്ച്, ഇതൊന്നും ആത്മീയതർക്ക് ചേർന്നതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോൾ തുറന്നങ്ങ് പറയുക. അംഗീകരിക്കാവുന്നവർക്ക് അംഗീകരിക്കുക, ഇല്ലാത്തവർക്ക് വേണ്ട. ഹല്ലേലൂയ. കാരണം എല്ലാവരും പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമല്ല. അത് റിജക്റ്റ് ചെയ്ത് കളയുക. ഞാൻ പറയുന്നത് തെറ്റാണ്, വചനവിരുദ്ധമാണെങ്കിൽ കളഞ്ഞേക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു മുടി വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ ഒരാൾ പറയുണ്ടായി, കർത്താവ് ഒന്ന് കർത്താവേ, ഞങ്ങൾക്ക് അതും കഴിയും, അതിൻ്റെ അപ്പുറവും കഴിയും എന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ വചനവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രശ്നം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ, വിടുതലില്ലാതെ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ മനസ്സിലാകും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടതകളിൽ പ്രശംസിക്കുക. എങ്ങനെയാ പ്രശംസിക്കുന്നത് എന്ന് പറഞ്ഞ്? കഷ്ടത
സഹിഷ്ണുത തരുന്നു. എല്ലാം സഹിക്കാനുള്ള സഹിഷ്ണുത. സഹിഷ്ണുത സിദ്ധത തരുന്നു. സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ധ വൈദ്യാശ്രമം, സിദ്ധി, ഒരു കഴിവ്, ഒരു അപാര ശക്തി നമുക്ക് കിട്ടുകയാണത്. ഹല്ലേലൂയ. സഹിഷ്ണുത തരുന്നു. സഹിഷ്ണുത സിദ്ധത തരുന്നു. സിദ്ധത എന്ത് തരുന്നു? പ്രത്യാശ തരുന്നു. പ്രത്യാശയില്ലെങ്കിൽ, പ്രത്യാശ ഉണ്ടെങ്കിലല്ലേ കർത്താവിൻ്റെ വരെ പോവുള്ളൂ. ഈ പ്രത്യാശ എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും? കഷ്ടത്തിലൂടെയാ. പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അറേബ്യൻ നാടുകളിൽ ചെന്നാൽ അവർ പെട്രോള് ഖനനം ചെയ്തെടുക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ദ്രാവകം ഈ തൊണ്ട് തല്ലി അത് ചെയ്യാനിടുമ്പോൾ അവിടെ കിടക്കുന്ന കുറുകുറുത്ത ആ ദ്രാവകം പോലെ ഇരിക്കും. അത് ആ പണി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം കാര്യം. തൊണ്ട് തല്ലി കയറുണ്ടാക്കുന്നവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറുകുറ അതുപോലെ കിടക്കുന്ന ആദ്യത്തെ പെട്രോളിൻ്റെ ആദ്യത്തെ ഖരാവസ്ഥ. അതിനെ കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുമ്പോൾ അത് ഡീസലായി മാറുന്നു. അതിനെ കൊണ്ടുവന്ന് പിന്നെയും ശുദ്ധീകരിക്കുമ്പോൾ അത് മണ്ണെണ്ണയായി മാറുന്നു. അതിനെ കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുമ്പോൾ പിന്നെയും അതെന്തായി തീരുന്നു? പെട്രോളായി മാറുന്നു. ആ പെട്രോളിനെ കൊണ്ട് പിന്നെയും ശുദ്ധീകരിക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഏവിയേഷൻ സ്പിരിറ്റ്. റോക്കറ്റുകളിലും ചന്ദ്രനിലേക്ക് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സാധനം. പ്ലെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഏവിയേഷൻ സ്പിരിറ്റാണ്. അല്ല ഇവിടെ നിലത്തൂടി പോകുന്ന കാറിന് ഉപയോഗിക്കുന്നതൊന്നുമല്ല. അത്ര ശുദ്ധീകരണം. ആ അവസ്ഥയിലേക്കാണ് ഒരു ദൈവപൈതൽ മാറേണ്ടത്. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പറയുന്നത്. എന്താ 17-ാം വാക്യം? ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, കണ്ടാലും സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആ പഴയ സൃഷ്ടി പുതിയ സൃഷ്ടിയായി തീരുക. പഴയ കുറുകുറുത്ത ആ ദ്രാവകം ഏവിയേഷൻ സ്പിരിറ്റായി മാറ്റപ്പെടുന്നത് പോലെയാണ് ഒരു ദൈവവേദനുണ്ടാകുന്ന രൂപാന്തരം, മാനസാന്തരം. ഈ ഏവിയേഷൻ സ്പിരിറ്റ് കാളവണ്ടിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള മോട്ടോറുകൾക്ക് ഉപയോഗിക്കാനല്ല, ഉയർന്ന നിലവാരമുള്ള ഉന്നതമായ സ്ഥലത്തേക്ക് പറന്നുയരുവാൻ, നക്ഷത്രങ്ങളുടെ ഇടയിലൊക്കെ പറന്ന് ഉയർന്ന് ചന്ദ്രനിലൊക്കെ പോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഏവിയേഷൻ സ്പിരിറ്റ്. ഇനി അതിനെയും ശുദ്ധീകരിച്ച് വേറെ വല്ലതും ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അറിവ് പരിമിതമാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കഷ്ടതയിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന അനുഭവം ദൈവരാജ്യം പ്രാപിക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക, അതിനുള്ള ക്വാളിറ്റി നേടുക. അത് വേണ്ടെന്ന് പറഞ്ഞാലോ സ്വർഗരാജ്യമില്ല. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് ലൂക്കോസിൻ്റെ പ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് കാണുന്നു. അപ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ കഷ്ടതയില്ലെങ്കിലോ? ചിന്തിച്ചേ. കഷ്ടതയില്ലെങ്കിൽ ചിന്തിച്ചേ, ദൈവരാജ്യം കടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ സ്തോത്രം കഷ്ടതകളിലൂടെ കടന്നുപോയേ മതിയാകൂ. ഹല്ലേലൂയ.